നമസ്കാരം. റോമിലെ വത്തിക്കാൻ സിംഹാസനത്തിൽ നിന്നും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹത്തിലേക്ക് ഒരു വെളിച്ചമായി ധ്യാനാത്മകമായ ഒരു പ്രഖ്യാപനം പുറത്തു വന്നിരിക്കുന്നു. കന്യ മറിയം സഹരക്ഷകയല്ല, ഏകരക്ഷകൻ ക്രിസ്തു മാത്രമെന്ന്. കാലാന്തരങ്ങളായി ദൈവശാസ്ത്രജ്ഞർക്കിടയിൽ നിലനിന്നിരുന്ന ഒരു ചർച്ചയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയെ ഊട്ടിയുറപ്പിക്കുന്ന ഈ പ്രസ്താവന വചനത്തിന്റെ പരമമായ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇത് മറിയത്തോടുള്ള ഭക്തിയെ ലഘൂകരിക്കുന്നില്ല, മറിച്ച് രക്ഷാകര കർമ്മത്തിൽ യേശുക്രിസ്തുവിന്റെ അദ്വിതീയമായ സ്ഥാനത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ വാക്കുകൾ കേവലം ഒരു മതപരമായ തീരുമാനം മാത്രമല്ല, മറിച്ച് കോരിത്തെരിപ്പിക്കുന്ന ഒരു ദൈവീക സത്യത്തിന്റെ പുനരവതരണമാണ്. രക്ഷയുടെ രഹസ്യം പൂർണ്ണമായും യേശുക്രിസ്തുവിൽ അധിഷ്ഠിതമാണ്. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി കുരിശിൽ സ്വയം ബലിയായി തീർന്ന ഏക വ്യക്തി. യോഹന്നാൻ 3:16 കാണുന്ന ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തിൽ സ്നേഹിച്ചത് എന്ന തിരുവചനം ഈ സത്യത്തെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ബൈബിളിൽ വ്യക്തമാക്കുന്നു. ദൈവവും മനുഷ്യരും തമ്മിൽ ഏക മധ്യസ്ഥനേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. ഈ അഭിവാജ്യമായ മധ്യസ്ഥ സ്ഥാനം മറ്റാർക്കും പങ്കുവെക്കാനാകില്ല. യേശുവിന്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയിലൂടെ പൂർണ്ണമായ രക്ഷ ലോകത്തിന് സൗജന്യമായി ലഭിച്ചു. ഈ സമ്പൂർണ്ണ ബലിക്ക് ഒരു സഹായിയുടെയും ആവശ്യമില്ല. സഹരക്ഷകൻ എന്ന പദവി യേശുക്രിസ്തുവിന്റെ ബലിയുടെ പൂർണ്ണതയെ നേരിയ തോതിലെങ്കിലും മങ്ങലേൽപ്പിക്കുവാൻ സാധ്യതയുണ്ട്. ഈ പുതിയ പ്രഖ്യാപനം ക്രിസ്തുവിന്റെ ഈ ഏകരക്ഷകന്റെ പദവിയെ ഉജ്ജ്വലമായ ഭാഷയിൽ വീണ്ടും ഉറപ്പിക്കുകയാണ്. ക്രിസ്തുവിന്റെ ക്രൂശിലെ വിജയം മറ്റെല്ലാത്തിനേക്കാളും ഉന്നതവും പൂർണ്ണവുമാണ്. മറിയം സഹരക്ഷകയല്ല എന്ന് പറയുമ്പോൾ യേശുവിന്റെ അമ്മയുടെ മഹനീയമായ സ്ഥാനത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല, മറിച്ച് അവളുടെ മാതൃത്വപരമായ പങ്കിന്റെ ശോഭ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മറിയം രക്ഷകനായ ക്രിസ്തുവിന് ജന്മം നൽകിയെങ്കിലും അവിടുത്തെ വളർത്തി തന്റെ ജീവിതത്തിലെ ദൈവഹിതത്തിന് സമ്പൂർണ്ണമായി കീഴ്പ്പെട്ടു. രക്ഷാകരമായ ചരിത്രത്തിൽ തന്റെ പങ്കുവഹിച്ച ഏറ്റവും ശ്രേഷ്ഠമായ ശിഷ്യയാണ് മറിയം. ഏറ്റവും പൂർണ്ണമായ രീതിയിൽ ദൈവകൃപ സ്വീകരിച്ച വ്യക്തിയുമാണ്. കാൽവരിക്കുന്നിൽ മകന്റെ സഹനത്തിൽ പങ്കുചേർന്ന ആ അമ്മയുടെ ദുഃഖം മനുഷ്യ ഹൃദയങ്ങളെ വല്ലാതെ സ്പർശിക്കുന്നു. എന്നാൽ ഈ പങ്കാളത്തിൽ രക്ഷാകരമായ ബലിയല്ല, മറിച്ച് മാതൃത്വപരമായ സഹനമാണ്. ഈ സഹനം അവളെ രക്ഷകന്റെ തുല്യസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നില്ല, മറിച്ച് സകല വിശ്വാസികൾക്കും മാതൃകയായി ഉയർത്തുകയാണ് ചെയ്യുന്നത്. പോപ്പിന്റെ ഈ പ്രസ്താവന കൂടുതൽ ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കുവാൻ ക്ഷണിക്കുന്നു. അന്ധമായ ആരാധനകളിൽ നിന്നും ദൈവശാസ്ത്രപരമായി വ്യക്തത ഉളവാക്കുന്ന ക്രിസ്തു വിശ്വാസത്തിന്റെ രക്ഷയുടെ ശുദ്ധമായ സത്യത്തിന്റെ മടങ്ങി വരുവാൻ ഈ വാക്കുകൾ പ്രേരിപ്പിക്കുന്നു. ഈ പ്രഖ്യാപനം നൽകുന്ന സന്ദേശം ഇതാണ്: നിങ്ങളുടെ കണ്ണിന്റെ ശ്രദ്ധ രക്ഷകനിൽ നിന്നും അല്പം പോലും വ്യതിചലിക്കരുത്. മറിയം നമ്മെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നു, ഒരിക്കലും അവൾ തന്നിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നില്ല. വത്തിക്കാനിൽ നിന്നും ഉതിരുന്ന ഈ വാക്കുകൾ വചനാധിഷ്ഠിതമാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്നും പ്രതിധ്വനിക്കണം: ഏക രക്ഷകൻ